മറ്റൊരു ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിൽ ഒരു മനുഷ്യാവകാശ സമ്മേളന ക്യാമ്പയിൻ നടത്തി. പ്ലാച്ചിമടയിലെ കുടിവെള്ളത്തെക്കുറിച്ച് അവർ സംസാരിച്ചു, മുത്തങ്ങയിലെ ആദിവാസികളെ കുറിച്ച് അവർ സംസാരിച്ചു, കരിമണൽ ഖനനത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ മാറാട് 100 ചില്ലാനം ആളുകൾ നിരപരാധികൾ, മഗ്‌രിബ് നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് പോയ വൃദ്ധന്മാര്, മാറാ രോഗികൾ ജയിലിൽ കടന്ന് നരകിക്കുമ്പോ അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് കേരളത്തിലുടനീളം ക്യാമ്പയിൻ നടത്തിയിട്ടും സംസാരിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ടായില്ല. NDF അവരുടെ അസ്തിത്വം തകരും എന്ന് എല്ലാവരും കരുതിയ ഒരു സന്ദർഭത്തിൽ, എല്ലാവരും NDF-കാര് മാളത്തിൽ ഒളിച്ചു എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ ധീരമായി മുന്നോട്ട് വന്ന് മാറാട്ടുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ NDF-ന്റെ പ്രവർത്തകന്മാര് ധർണ നടത്തുകയുണ്ടായി. പാറാട് ഉപരോധം നടത്തി. അങ്ങനെ മാറാട് നിവാസികളുടെ പ്രശ്നം കേരളീയ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. അവരുടെ പുനരധിവാസം വലിയ പ്രശ്നമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യിപ്പിച്ചു. അങ്ങനെ NDF സമുദായത്തിനോടൊപ്പം നിന്നു. ഇതിന്റെ പേരിലാണോ ഞങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നത്? അതുപോലെ തന്നെ നീതി നിഷേധത്തിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ കേരളത്തിലുണ്ടായി. നേരത്തെ ക്രീമി ലെയർ പ്രശ്നത്തിലും പിന്നീട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയുമൊക്കെ കേരളത്തിലുണ്ടായ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സമര പോരാട്ടങ്ങളിൽ NDF അതിന്റേതായ ഒരു പങ്ക് വഹിച്ചു. അന്ന് സംവരണ വിഷയങ്ങളിൽ നിന്ന് പാടെ മാറി നിന്ന ആളുകൾ, സംവരണത്തിന് വേണ്ടി വാദിച്ചാൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ആളുകൾ, അവസാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങൾക്ക് ഒരല്പമെങ്കിലും ആശ്വാസമുണ്ടാകുന്ന ഒരു പാക്കേജ് കൊണ്ടുവന്നപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ ബദ്ധത്തോടൊപ്പം കൂട്ടുനിന്നില്ല എന്ന ഒറ്റ കാരണത്താൽ, അതല്ലെങ്കിൽ ഈ സമുദായത്തെ ആർക്കെങ്കിലും കൂട്ടിക്കൊടുക്കാമെന്ന് വാഗ്ദാനത്തിന്റെ പേരിൽ അതിനോടൊപ്പം നിന്നില്ല എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിം സമുദായത്തിനൊരൽപ്പം ആശ്വാസം നൽകുന്ന പാക്കേജിനെതിരെ കേരള വ്യാപകമായി നിങ്ങൾ സമരം ചെയ്തപ്പോ NDF അതിന് നിങ്ങളുടെ കൂടെ നിന്നില്ല. അതാണോ NDF-കാരൻ ചെയ്ത തെറ്റ്? എന്തിന്റെ പേരിലാ ഞങ്ങളെ ഈ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നത്? മുസ്ലിം സമുദായത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നു. മാറാട്ടുകാരോടൊപ്പം നിന്നു, പുന്നാട്ടുകാരോടൊപ്പം നിന്നു, നാദാപുരത്ത് നിന്നു. അങ്ങനെ സമുദായത്തിന്റെ ശത്രുക്കളുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ കേരളത്തിലെ എല്ലാ മുസ്ലിം സമൂഹങ്ങളോടൊപ്പവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ നിന്നു. ഞങ്ങളൊരു ചെറിയ പ്രസ്ഥാനമാണ്, അതിനനുസരിച്ച് ഞങ്ങൾ നിന്നു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് എല്ലാറ്റിനും സമയമുണ്ടല്ലോ. ഗ്രൗണ്ട് സീറോയിൽ പോയി മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിക്കാൻ സമയമുള്ളവർ, അശ്വനി കുമാറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തിയവർ, രവി കൊല്ലപ്പെട്ടപ്പോൾ മതസൗഹാർദ്ദമുണ്ടാക്കാൻ വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന തിരക്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് യാസിറിന്റെ കുടുംബത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് തലശ്ശേരിയിലെ ഫസൽ സാഹിബിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചില്ല? നിങ്ങള് നിർണായകമായ ഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളോടൊപ്പം നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു സമുദായം സമാധാനത്തിന്റെ ആളുകളായി മാറേണ്ടതുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ തിരൂരിനടുത്തുള്ള കടപ്പുറത്ത് സംഘടന നടക്കുന്നു. ലീഗ് CPM സംഘടന എന്നാണ് അതിന്റെ പേര്. പക്ഷേ ആ 2 വിഭാഗങ്ങളുടെ പിന്നിലും പ്രവർത്തിക്കുന്നതാരാ? കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന 2 മതസംഘടനയുടെ വക്താക്കൾ, അനുയായികൾ. അവരല്ലേ തിരൂര് ഉണ്ണിയാൽ കടപ്പുറത്ത് സംഘടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? RSS-കാർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല. കാരണം പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, സമാധാനത്തിന്റെ പ്രവാചകനാണ്, ജൂതന് പോലും മാപ്പ് കൊടുത്ത പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായി ചിത്രീകരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ സമാധാനത്തിന്റെ പ്രവാചകന്റെ വഴിയെ പോയി സമാധാനത്തോടുകൂടി തീർക്കാൻ കഴിയുന്നില്ല? പരിശുദ്ധ റമദാനില് എഴുത്തിക്കാഫിരിക്കുന്നവന്റെ തലക്ക് കമ്പിപ്പാര കൊണ്ടടിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞിരുന്നോ എന്റെ സമുദായമാണെങ്കിൽ അടിച്ചോ, മറ്റുള്ളവരെ അടിക്കരുത് എന്ന് പ്രവാചകൻ എപ്പോഴെങ്കിലും നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ടോ? തിരൂരിലെ ഈ സംഘടനത്തിൽ ഏർപ്പെടുന്നതാരാ? തക്ബീറത്തുൽ ഇഹ്റാമിനല്ലാതെ കൈ ഉയർത്താൻ പാടില്ല എന്ന് ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ വിഭാഗം. കാരണം RSS-കാരനെതിരെ കൈപൊക്കാൻ പാടില്ല, മുസ്ലിം ആകെ കൈപൊക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമിലാ. വല്ലാതെ കൈപൊക്കിയാൽ പ്രവാചകന്റെ മാർഗരേഖക്കപ്പുറത്താകുമെന്ന് പാവപ്പെട്ട സമുദായത്തെ പഠിപ്പിക്കുന്ന ഇവര് തന്നെ എന്തിനു വേണ്ടിയാണ് പരസ്പരം അടിപിടി കൂടുന്നത്?